ഹായ് ഗൈസ്! ട്രിവാൻഡ്രത്ത് ഇപ്പോൾ സമ്മർ കാർണിവൽ നടക്കുവാണേ. നമ്മൾ വൈകുന്നേരം ഒന്ന് അവിടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 50 രൂപയായിരുന്നു. ഹേസുക്കുട്ടനാണെങ്കിൽ ഫ്രീ. കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ബാൻഡ് ഒട്ടിച്ച് അകത്തോട്ട് വിടും. നമ്മളെ വെൽക്കം ചെയ്യാനായിട്ടുണ്ടായിരുന്നതാണ് ആഫ്രിക്കൻ ബാൻഡ്. അവരവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അവിടുത്തെ വഴി നമ്മൾ അകത്തോട്ട് കയറും. ഇവിടെ ആണെങ്കിൽ നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മണി തൊട്ടാണ് ഇവിടുത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും വൈകുന്നേരം വരുമ്പോഴാണ് കുറച്ച് കളർഫുള്ളായിട്ട് ലൈറ്റിംഗ് ഒക്കെ കാണാൻ ഭംഗിയുള്ളത് രാത്രി വരുമ്പോഴത്തേക്കായിരിക്കും. ആദ്യം ചെല്ലുമ്പോൾ തന്നെ കിഡ്സിന് പറ്റിയൊരു ഏരിയ ആണ്. ഇവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ ആയിരുന്നേ. ചെസ്സും റോബോട്ടിക്സിന്റെ എന്തൊക്കെയോ കോമ്പറ്റീഷൻ ഒക്കെ ആയിരുന്നു അവിടെ നടക്കുന്നത്. ഇത് ചെസ്സിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു അക്കാഡമിയുടെ സ്റ്റോൾ ആയിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് കുഞ്ഞു മക്കളെ ആരെങ്കിലും ചെസ് ട്രെയിനിങ്ങിനൊക്കെ വിടുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അന്വേഷിച്ചാൽ മതി കേട്ടോ. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടുന്ന് കിട്ടും. അതേപോലെ തന്നെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു റോബോട്ടിക് റേസിംഗ് മത്സരം ഉണ്ടായിരുന്നേ. ഇവിടെ തൊട്ടാണ് നമ്മൾ കാണാൻ വന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് അവിടെ ഒരു ഒട്ടകമുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അതിന്റെ കൂട്ടത്തിന് നിന്ന് എടുക്കാം കേട്ടോ. ഇവിടെ കുറെ സ്റ്റേജുകളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുത്തേക്കാവേ. ഒരു സമ്മർ കാർണിവലിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ രാജസ്ഥാനി കൾച്ചറും അവരുടെ ഡാൻസ് അതൊക്കെയാണ്. ഈ ഒരു ഡാൻസ് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോകുന്നത് അവരുടെ ഒരു പാവക്കൂത്ത് കാണാനായിട്ടാണ്. രാജസ്ഥാനിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോമാണിത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പപ്പറ്റ് ഷോ കാണുന്നത്. ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യുന്ന ആൾ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്നാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. ഇവർ ഈ ഒരു സെറ്റ് രാജസ്ഥാൻ മോഡലിലെ വീടും അവരുടെ എങ്ങനെയാണോ കൾച്ചർ അതൊക്കെയാണ് കാണിച്ചേക്കുന്നത്. രാജസ്ഥാനി ഡ്രസ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഫോട്ടോ ബൂത്ത് ഉണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഹാൻഡ് മെയ്ഡ് സാൻഡൽസും ബാംഗിൾസ് ആണല്ലോ രാജസ്ഥാനിലെ മെയിൽ. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് വളയുണ്ടാക്കുന്ന ചേട്ടൻ ഈ പരിപാടിയൊക്കെ പൂട്ടിക്കെട്ടിയായിരുന്നു കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ആണെങ്കിൽ അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി ആകുമ്പോഴാണ് ഇച്ചിരൂടെ ഇത് കാണാനായിട്ട് ഭംഗി. അടുത്തത് നമ്മൾ ചെല്ലുന്ന സ്ഥലത്താട്ടോ ഫേസ് പെയിൻറ്റിങ് നടക്കുന്നത്. ഹേസുകുട്ടൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ ഫേസ് പെയിൻറ്റിങ്. അവളുടെ മാത്രമല്ല കേട്ടോ, ഞാനും. അവൾ ചെയ്യുന്ന കണ്ടപ്പം ഇഷ്ടം തോന്നിയിട്ട് ഞാനും കൂടെ ഫേസ് പെയിൻറ്റ് ചെയ്യാനായിട്ടിരുന്നേ. ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നപ്പോഴാട്ടോ അവിടെ ഒരു അടിപൊളി കാർണിവൽ ഷോ ഡാൻസ് ഉണ്ടായിരുന്നു. ഇതെന്തായാലും ഇതിൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നല്ല അടിപൊളി ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-10 മിനിറ്റ്സിൻ്റെ കാര്യമുള്ളൂ കേട്ടോ. ഇതിന് ഓരോന്നിനും ഓരോ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് വെച്ചാണ് ഇവരുടെ പെർഫോമൻസ് ഒക്കെ അവിടെ നടക്കുന്നത്. ഇടയ്ക്ക് നമ്മളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് കുറേ ഫൺ ഗെയിംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ 1-2 ഒക്കെ ട്രൈ ചെയ്തു. ഇവരാണെങ്കിൽ നല്ല അടിപൊളി ഗിഫ്റ്റ്സ് ഒക്കെ ആട്ടോ ഒഴിച്ചേക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനും നമുക്കൊന്നും കിട്ടിയില്ല. ഈ കാണുന്ന ടെഡിയും ടിവിയും ഒക്കെ അവർ സമ്മാനമായിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കേട്ടോ. കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ നമ്മൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. ഇവിടെ നമ്മൾ ജയിച്ച പ്രൈസ് ഒന്നും കിട്ടത്തില്ല. ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഏരിയ ആണ്. ഇനിയുള്ളത് കിഡ്സിന് വേണ്ടിയിട്ട് കുറെ പ്ലേ ഏരിയയും പിന്നെ ഫുഡ് സ്റ്റാള് അല്ലാത്ത സ്റ്റാളൊക്കെ ആയിരുന്നേ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 8:30 ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് 1-2 ഷോസ് ഒക്കെ ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തുള്ളവർ എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ പോകുന്നൊരു ടൈമിംഗ് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. 11 മണി വരെ ഇതുണ്ട് എന്ന് പറഞ്ഞ് ലേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഏകദേശം 9:45 ആകുമ്പോഴത്തേക്ക് എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാർണിവൽ നടക്കുന്നത് 6th വരെ ആട്ടോ. അപ്പൊ ഇതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോഗ്രാമും കാണാനായിട്ട് പറ്റുമേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ശരി, ബൈ.